PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സുകാരുടെ സർക്കിൾസ് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. സർക്കിൾസിലെ നമ്മൾ പേജ് നമ്പർ 59 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. പേജ് നമ്പർ 59ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക, നമ്മുടെ പടം ഇതാണ്. PQRS ABCD എന്ന് പറഞ്ഞ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസന്റ് ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ എല്ലാത്തിന്റെയും ആംഗിൾ ബൈസെക്ടർ വരച്ചിരിക്കുകയാണ്. ബൈസെക്ടേഴ്സ് ഓഫ് ദ അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ് കൂട്ടിമുട്ടി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടുന്നുണ്ട്, ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ട് കണ്ടോ. P, then ഇവിടെ Q, ഇത് R, ഇത് S. ഇതാണ് നമുക്ക് പടം തന്നിരിക്കുന്നത്. എല്ലാവർക്കും പടം കിട്ടിയില്ലേ? ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ അതിന്റെ എല്ലാത്തിന്റെയും ഇവിടെ ആംഗിൾ എയുടെ ബൈസെക്ടർ വരച്ചു, ആംഗിൾ ബിയുടെ ബൈസെക്ടർ വരച്ചു, ആംഗിൾ സിയുടെ ബൈസെക്ടർ ഇവിടെ Pയില്, പിന്നെ ആംഗിൾ ഡിയുടെ ബൈസെക്ടർ ഇവിടെ നമുക്ക് എത്തി. ഇങ്ങനെ ഇത് നാലും വന്നിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട്. നമ്മൾ PQRS എന്ന് പറഞ്ഞു. ആ കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റിന് നമ്മളൊരു പേര് കൊടുത്തു PQRS. അപ്പോഴും നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയല്ലേ. എന്നിട്ട് നമ്മളോട് ഇനി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് PQRS is a cyclic quadrilateral. നമ്മൾ എന്താ ചെയ്തത്? PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. PQRS ചക്രീയ ചതുർഭുജമാണെന്ന് നമ്മൾ തെളിയിക്കണം. കിട്ടിയില്ലേ? മലയാളത്തിലേക്ക് ചോദ്യം കിട്ടിയോ? PQRS ഇതിനൊരു ചോദ്യം. ABCD എന്ന ചതുർഭുജത്തിന്റെ അടുത്തടുത്തുള്ള കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. എന്നിട്ട് പറയാണ് PQRS ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. നമ്മൾ പറഞ്ഞു ചക്രീയ ചതുർഭുജമാവണമെങ്കിൽ എന്ത് വേണം? ചക്രീയ ചതുർഭുജത്തിന് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഉള്ളിൽ അല്ലെ. നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇതൊരു സർക്കിൾ ആക്കണം. അല്ലെ? ഇങ്ങനെ ഒരു സർക്കിൾ ആവുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണെങ്കിൽ നമുക്ക് പറയാം PQRS is a cyclic. കാരണം എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും 180 ആവുള്ളൂ. കാരണം ടോട്ടൽ 360 ഉള്ളൂ. ടോട്ടൽ ഒരു ചതുർഭുജത്തിന്റെ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഇന്നർ ആംഗിൾസ് സമ്മതിയാണ് 360. അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തായാലും 180 ആവുള്ളൂ. 360 180 കുറച്ചാൽ 180 ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ ആംഗിൾ S പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു 180. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്യാനുള്ളതാണ് 180 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ എസും ക്യൂവും കൂടി വരുന്ന രണ്ട് ട്രയാങ്കിൾസ് നോക്കാം. ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഒന്ന് ഡാർക്ക് ചെയ്തേക്കുന്നു. കാണില്ല എല്ലാവരും? ASD ട്രയാങ്കിൾ എഴുതിയിട്ട് ആദ്യം ട്രയാങ്കിൾ ASD. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 അല്ലേ? ഇതിന്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നല്ലോ, ഈ ആംഗിളിന് ഓരോ പേരുകൾ കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഇത് ആംഗിൾ A എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം A ആണെങ്കിൽ നമുക്ക് ഇതിന് സ്മോൾ ലെറ്റർ A കൊടുക്കാം ആംഗിളിന്. ഇത് വെർട്ടിസിന്റെ പേരാണ് ആംഗിൾ A അല്ലെ. അപ്പൊ ഈ ആംഗിളിന് നമ്മള് ഇവിടെ നിങ്ങൾ എന്താ കൊടുക്കണേന്നുള്ളത് എഴുതി വെക്കണം. ആംഗിൾ A എന്ന് പറഞ്ഞാൽ നമുക്ക് 2A കൊടുക്കാം കേട്ടോ. കാരണം A കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹാഫ് A എന്ന് എഴുതണം. ഹാഫ് A പ്ലസ് ഹാഫ് B എഴുതണം. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇതിന് A കൊടുക്കാണ്. അപ്പൊ ഇവിടെ A ആണ് അല്ലെ. അപ്പൊ ആംഗിൾ A എന്ന് പറഞ്ഞാൽ 2A ആണ്. ആംഗിൾ B എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്മോൾ ലെറ്റർ B കൊടുക്കാം. ആംഗിൾ C എന്ന് പറഞ്ഞാൽ എന്താണ്? 2C കൊടുക്കാം. ആംഗിൾ D എന്ന് പറഞ്ഞാൽ 2D. എല്ലാത്തിനും നമ്മൾ പേര് കൊടുത്തു. സ്മോൾ ലെറ്റർ കൊടുക്കരുത് കേട്ടോ. സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ ഇത് A ആണെങ്കിൽ ഇവിടെ B, ഇവിടെ B, ഇവിടെ B, ഇവിടെ C, ഇവിടെയും നമ്മൾ C, ഇത് ഡിയും ഇവിടെ ഡിയും കൊടുത്തില്ലേ? ഇത്രയും നമ്മൾ മനസ്സിലാക്കി. കാരണം ഇവിടെ നിങ്ങൾക്ക്
ഇത് എ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഹാഫ് എ ആവും, കാരണം എയുടെ ബൈസെക്ടർ ആകുമ്പോൾ പകുതി അല്ലെ, എയുടെ ബൈസെക്ടർ ആകുമ്പോൾ ഹാഫ് എ വരിക. അതേപോലെ ബിയുടെ ബൈസെക്ടർ ആകുമ്പോൾ ഇത് ഹാഫ് ബിയും ഇത് ഹാഫ് ബിയും. അവിടെ സിയും അതുപോലെ തന്നെ ഹാഫ് സി സി ആവും, ഡി ആവുമ്പോൾ ഹാഫ് ഡിയും ഇവിടെ ഹാഫ് ഡി ആവും. പക്ഷെ ഹാഫും ഹാഫും കൂട്ടുമ്പോൾ നിങ്ങൾ അവസാനം ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് അവിടെ എഴുതി വെക്കാം. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പോ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തെന്ന് വന്നു. അതിലെ 3 ആംഗിൾസ് എഴുതിക്കാം. അപ്പൊ അതിലെ ഈ എ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? സ്മോൾ ലെറ്റർ എ അല്ലേ. ഡി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? സ്മോൾ ലെറ്റർ ഡി ആണ്. പിന്നെ ഈ ആംഗിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് അല്ലെ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 180 ആണോ? 180 ആണോ അത്? കാരണം എന്താ 180 ആണ്? കാരണം ഇത് നീക്കി എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, ഡി ആണ് കേട്ടോ. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം റീസൺ എഴുതണം കേട്ടോ. കാരണം എന്താണ്? സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഈ ആംഗിൾ എസ് കാണണമെങ്കിൽ ഇത് 3 കൂടി കൂട്ടിയ 180 ആണ്. അപ്പോ ഇത് കിട്ടണമെങ്കിൽ ആംഗിൾ എസ് കാണണമെങ്കിൽ 180 നിന്ന് മൈനസ് എന്ത് മൈനസ് ചെയ്യണം? ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും അങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് വരുമ്പോ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി കിട്ടിയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കിട്ടി. ആംഗിൾ എസ് എത്രയാണെന്ന് കിട്ടി. ഇവിടെ ആംഗിൾ എസ് തന്നെയാണ് ഇവിടുത്തെ ആംഗിൾ എസ് അല്ലെ. ഇത് എത്രയാണോ 180 മൈനസ് എ പ്ലസ് ഡി ആണെങ്കിൽ ഇവിടെയും 180 മൈനസ് എ പ്ലസ് ഡി തന്നെയാണ് കേട്ടോ. ഈ എസ് തന്നെയാണ് ഇവിടെ. ഇതിന്റെ ഉള്ളിൽ എഴുതാത്തത് ഇവിടെ, ഇതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥലം പോവാൻ എഴുതാൻ നിങ്ങൾക്ക് തെളിയില്ല. അതുകൊണ്ടാണ് ഇവിടെ എസ് ആണെങ്കിൽ ഇതും ആംഗിൾ എസ് ആണ്. ആംഗിൾ എസ് ആണ്. എസ് ഇപ്പൊ എന്താണെന്ന് കിട്ടി? 180 മൈനസ് എ പ്ലസ് ഡി ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ കഴിഞ്ഞു കേട്ടോ. ആദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ ആണ്? ഇവിടെ എഴുതി ചേർന്ന് നോക്ക്. എ എസ് ഡി. ട്രയാങ്കിൾ എ എസ് ഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 ആംഗിൾസ് കൂടി കൂട്ടിയാൽ 180 ആണ്. കാരണം സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എസ് കാണണമെങ്കിൽ എ പ്ലസ് ഡി ഇങ്ങോട്ട് കൊണ്ടുപോകണം. 180 മൈനസ് എ പ്ലസ് ഡി. ഇത്രയും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ട്രയാങ്കിള് ഇത് വരുന്നതാ ക്യൂ ആണ് അല്ലെ. എസും ക്യൂ അല്ലേ നമുക്ക് പ്രൂവ് ചെയ്തത്. ഇത് രണ്ടുമാണ് 180 ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതും ഇതും ഈക്വൽ ആണ്. കാരണം ഇത് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. ഇവിടത്തെ ഇത് തന്നെയാണ്, ഇവിടെയും എസ് തന്നെയാണ്. ഇവിടെ ക്യൂ ആണെങ്കിൽ ഇവിടെയും ക്യൂ തന്നെയാണ്. അപ്പോ ഇവിടെ നമുക്ക് ഇനി ക്യൂ കിട്ടണം. ക്യൂ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ഇതാണ് കേട്ടോ. ഇതാണ് ട്രയാങ്കിൾ. ഏതാ പേര് കൊടുക്കാം? ട്രയാങ്കിൾ ബി ക്യൂ സി ഡി അല്ല കേട്ടോ, ബി ക്യൂ സി. ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ബി ക്യൂ സി. ബി ക്യൂ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനും ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഈ 3 ആംഗിൾസ് കൂട്ടും. ഏതൊക്കെയാണ്? ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180. കാരണം ത്രികോണത്തിന്റെ ആന്തരകോണിന്റെ തുക തുല്യം അല്ലെ. ത്രികോണത്തിന്റെ ആന്തരകോൺ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഇസ് 180, 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതില് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് ബി സി പ്ലസ് ബി അത് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോലെ. അപ്പൊ 180 മൈനസ് സി പ്ലസ് ബി. ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടി കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്യാം. ഇപ്പൊ നോക്കിയേ, ആംഗിൾ എസ് എന്ന് പറഞ്ഞാൽ 180 മൈനസ് എ പ്ലസ് ബി ആണ്. ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 180 മൈനസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടി കൂട്ടുകയാണ്. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഒന്ന് കൂട്ടിയൊക്കെ. ഇത് രണ്ടും കൂടി കൂട്ടാൻ ഇത് രണ്ടും നേരെ എഴുതാം. എന്താണ്? 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് 180 മൈനസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. ഇത് താഴേക്ക് താഴേക്ക് എഴുതി നിങ്ങൾക്കൊന്ന് കൂട്ടാൻ എളുപ്പത്തിനാണ് കേട്ടോ. 180 180 കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 360. പിന്നെ ഈ മൈനസ് സൈൻ ഉണ്ട് കേട്ടോ. മൈനസ് സൈൻ ഉണ്ടാവുമ്പോൾ ഇവിടെ എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി. ഇവിടെ ബി ആണ് കേട്ടോ. സിയും ബിയും ആണ്. ബി അല്ലേ ചെയ്യണം. ആംഗിൾ സി ആംഗിൾ ബി ആണ്. ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി രണ്ടും കൂടി കൂട്ടി അല്ലെ. ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടി ആംഗിൾ സിയും ആംഗിൾ ഡിയും. ഇത് ഏതാ വരുന്നത്? ആംഗിൾ എ ആംഗിൾ ബി
ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ഈ 4 ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാ വരുന്നത്? 4 ആംഗിൾസും കൂടി കൂട്ടിയാൽ എ എന്ന് പറയുന്നത് ഇവിടെ 2A 2B 2C അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ എത്രയാ വരുന്നത്? ഇത് 4 കൂടി കൂട്ടിയാൽ 360ന്റെ പകുതി. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട്? 360ന്റെ പകുതി എത്രയാ? 180. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫുള്ള് കൂട്ടിയാൽ 360 ഇതിന്റെ പകുതിയാണ്. എ എന്ന് പറഞ്ഞാൽ വലിയ ആംഗിളിന്റെ പകുതിയല്ലേ. അപ്പൊ നമ്മൾ അതിന് പകുതി കൊടുത്തു. അപ്പൊ 360 മൈനസ് 180. ഇതെങ്ങനെയാ 180 കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡിയുടെ പകുതിയാണ് അല്ലേ? അത് പകുതിയാണ്. ഈ ആംഗിൾ എയും ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി കൂട്ടി കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിന്റെ സമ്മ് അത് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 360 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 360 ആംഗിൾ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി, സ്മോൾ ലെറ്റർ ഡി ഈ ആംഗിൾസ് കൂട്ടിയാൽ എത്രയാണ്? 360/2 ആണ്. എന്ന് വെച്ചാൽ 180 കിട്ടിയില്ലേ? അപ്പൊ ഇത് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 180 ഡിഗ്രി. So therefore angle S plus angle Q is equal to 180 ആണെങ്കിൽ angle S plus angle Q നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്തു. നമ്മൾ എത്രയാണ്? 180 ആണെന്ന്. ഇത് 180 ആണെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, എ ബി സി ഡി അതിന്റെ പകുതിയാണിത് അല്ലെ? ഹാഫ് ഓഫ് എ ആണിത്. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 3 കൂടി കൂട്ടിയാൽ 180. ഇവിടെ 180 ആണ്. അപ്പൊ എസ് കാണാനായിട്ട് നമ്മൾ 180 നിന്ന് എ പ്ലസ് ഡി മൈനസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 3 കൂടി കൂട്ടിയാൽ എത്രയാ വരുന്നത്? 180 കിട്ടണം. അപ്പോ ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് 2 കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമുക്ക് ആംഗിൾ ക്യൂവും ആംഗിൾ എസും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി അല്ലെ? ആംഗിൾ എസ് ആൻഡ് പ്ലസ് ആംഗിൾ ക്യൂ എത്ര കിട്ടിയേ? 180 കിട്ടി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത കണക്ക് നമുക്ക് ചെയ്യാം. അടുത്ത നമ്മൾ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത പേജിൽ കേട്ടോ. പേജ് നമ്പർ 16 കണ്ടില്ലേ? The two circles below intersect at P and Q and the lines through these points meet the circle at A, B, C, D. നമ്മൾ 2 സർക്കിൾസ് ആണ് ഇവിടെ വരച്ചത്. ഈ 2 സർക്കിൾസിലും intersect at the point അത് ചോദ്യം വായിക്കാം. And through the points meet the circle A, B, C, D. The line AC and BD are not parallel. Prove that if these lines are of equal length, then ABCD is cyclic. ABCD cyclic ആണ്, cyclic quadrilateral ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. മലയാളം മീഡിയത്തിന്റെ ഇത് നോക്കാം ക്വസ്റ്റ്യൻ. ചിത്രത്തില് വൃത്തങ്ങൾ പി ക്യു എന്ന ബിന്ദുവില് മുറിച്ചു കടക്കുന്നു എന്ന്. ഇതാണ് നമ്മൾ പി ക്യു മുറിച്ചു കടക്കുന്നു. ഇനി ഈ ബിന്ദുക്കളിയുടെ 2 വരകൾ വൃത്തത്തിനെ എ ബി സി ഡി എന്ന ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എന്ന്. ഇവിടെ 2 വരകൾ വന്നു. എ, ഇവിടെ ബി, പിന്നെ ഇവിടെ നമുക്ക് കൊടുക്കാണ് എന്താണ്? ഇവിടെ സിയും ഇവിടെ ഡിയും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ വരകൾ വൃത്തത്തിലെ എ ബി സി ഡി എന്ന ബിന്ദുക്കൾ കൂട്ടിമുട്ടുന്നുണ്ട്. അതിൽ എ സി ബി ഡി എന്നീ വരകൾക്ക് ഒരേ നീളമാണെന്ന് കേട്ടോ. ഇത് ഇതിലേക്ക് കടന്നു പോകുന്നത് അല്ലെ? ഈ പിയിൽ കൂടെ വേണം കടന്നു പോകണം. പടം ശരിക്കും ശരിയായാലാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇതിലേക്ക് കടന്നു പോയി ഇവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ബിയിൽ നിന്ന് പോകുന്നത് കാരണം ഇത് 2 പാരലൽ അല്ല. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത് ഇവിടേക്ക് ചെറുതായി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ചെറുതായി വന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയത് എ ബി സി ഡി കിട്ടിയ ഈ ചതുർഭുജം കിട്ടിയിട്ടുണ്ടല്ലോ. ആ എ ബി സി ഡി ചക്രീയ ചതുർഭുജമാണെന്ന് നമ്മള് തെളിയിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്നത് ഈ 2 വശങ്ങൾ ഈക്വൽ ആണ്. ഏത് 2 വശങ്ങളാണ് നോക്കാം? എ സി ഇസ് ഈക്വൽ ടു ബി ഡി ആണ് എന്ന്. എ സി ഇസ് ഈക്വൽ ടു ബി ഡി ആണ്. ഇത് ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം ചെയ്തത്
തെളിയിക്കേണ്ടതാണ്. ചക്രീയമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ള എന്താണ്? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ ആംഗിളും 180 ആവണം അല്ലെ? രണ്ടും കൂട്ടിയ 180. ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇതും വേണമെങ്കിൽ ആക്കാം നിങ്ങൾക്ക്. കാരണം ഞാൻ നേരത്തെ കണക്കിലും പറഞ്ഞു തന്നു, ഇതും കൂടി 180 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും 180 ആവും. കാരണം 360 ഉള്ളൂ ക്വാഡ്രിലാറ്ററലിന്റെ സമം. അപ്പൊ രണ്ടും കൂടി 180 ആവുള്ളൂ. അപ്പോ ഇവിടെ നമ്മളിപ്പോ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇതിന് എക്സ് കൊടുക്കാം. കൊടുത്തൂടെ? ഇവിടെ നമ്മളും ഇത് തന്നിട്ടുണ്ട് അവര്. ഇത് നമ്മളൊന്ന് യോജിപ്പിക്കേണ്ടതാണ് കേട്ടോ. സോ നമ്മള് അതിന് ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്തു. ഇപ്പൊ നമുക്കിവിടെ രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടിയോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എല്ലാവർക്കും രണ്ട് ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെയാണ്? എ, ഇത് ബി ആണ് കേട്ടോ. എ ബി ക്യൂ ഡി. ക്യൂ ഇവിടെ പി. ഇത് പിയും ക്യൂ ആണ്. എ ബി ക്യൂ പി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലും അടുത്ത ക്വാഡ്രിലാറ്ററൽ പി ക്യൂ ഡി സി, രണ്ട് ചതുർഭുജങ്ങള് കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇതുണ്ടായിരുന്നു തിയറിയിൽ. എന്താണ്? ആന്തര വിദൂര കോണിന്റെ ഇതാണ്. കാരണം ഇതും ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാ? ഇത് സൈക്ലിക് അല്ലേ? ഇതൊരു ഒരു വൃത്തല്ലേ? ഈ വൃത്തത്തിന് ഈ എതിർമൂലകള് ചക്രീയ ചതുർഭുജമാണ്. ചക്രീയമല്ലേ? സൈക്ലിക് ആണ്. സൈക്ലിക് ആകുമ്പോ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും എത്ര? 180 മൈനസ് എക്സ്. ആദ്യം പഠിത്തം നോക്കി മനസ്സിലാക്കണം, എന്നിട്ട് എഴുതണ വിധം പറഞ്ഞുതരാം. ഇത് എക്സ് ആണെങ്കിൽ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിൾ ഇത് മാത്രം കേട്ടോ. എങ്ങനെ ഇതിന് പേര് കൊടുക്കാം? ആംഗിൾ എ പി ക്യൂ എന്ന് പറയുന്ന ഈ ആംഗിൾ, ഇത് രണ്ടും ഇത് 180 ആണ്. കാരണം ഇത് ചക്രീയമാണ്, സൈക്ലിക് ആണ്. അതുകൊണ്ട് 180 ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇറ്റ് ഇസ് എക്സ് അല്ലേ? കാരണം എന്താണ്? രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണെങ്കിൽ 180 മൈനസ് എക്സ് കുറച്ചാൽ എക്സ് ആണ്. പക്ഷെ ആ തിയറി ഒന്നും വേണ്ട കേട്ടോ. നമുക്കറിയാം ഈ ബാഹ്യകോൺ, ഇത് ഈ ചതുർഭുജം, ഈ ചതുർഭുജത്തിന്റെ ഈ ബാഹ്യകോൺ ഇതിന് തുല്യമാണ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതല്ലേ? ഈ ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? എക്സ് ആണ്. ബാഹ്യകോൺ എക്സ് ആണെങ്കിൽ ആന്തര ഡിസ്റ്റന്റിലുള്ള ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടക്സിലെ ആംഗിൾ ഇതിന് ഈക്വൽ ആയിരിക്കും. പഠിച്ചതാണ് നേരത്തെ നമ്മൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇവിടെ ഇത് രണ്ടും എക്സ് ആണെന്ന് കിട്ടി. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതില്ല. ഇത് 180 മൈനസ് എക്സ്, ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തി. പക്ഷെ നമുക്കിത് പ്രൂവ് ചെയ്തത് ഇതല്ല. പ്രൂവ് ചെയ്തത് ഇതും കൂടി കൂട്ടിയാലാണ് 180. അതിന് നമ്മൾ അടുത്ത ലൈൻ അതിന് പറയുന്നത്. ഇത്രയും നമ്മൾ കിട്ടിയിരുന്നു. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? എന്താ നമ്മളിപ്പോ പറഞ്ഞത്? ആദ്യം നമ്മൾ ഒരു ആംഗിളിന് നമ്മള് എക്സ് കൊടുത്തു അല്ലെ? ആദ്യത്തെ ആംഗിളിന് എക്സ് കൊടുത്താൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആണ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാണ്? നമ്മള് എക്സ് കൊടുത്തു. 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. കാരണം ടോട്ടൽ 180. 180 മൈനസ് എക്സ് കഴിഞ്ഞാൽ 180 മൈനസ് ചെയ്തു. അപ്പൊ ഇത് പോസിറ്റീവ് എക്സ്, ഇവിടെ എക്സ് ആയി. ഇനി അതല്ലെങ്കിൽ നേരത്തെ തിയറി പറഞ്ഞു, ഇവിടെ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ബാഹ്യ കോൺ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റിലോ ഓപ്പോസിറ്റ് ഉള്ള ഇന്റീരിയർ ആംഗിളിന് തുല്യമാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. അതേ തിയറി തന്നെയാണ്. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ 180 മൈനസ് എക്സ്. അതല്ലെങ്കിൽ ഇത് രണ്ടും സൈക്ലിക് ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. അപ്പൊ ഇവിടെ വരെ കിട്ടി നിങ്ങൾക്ക്. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്, ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ് കിട്ടുന്നത്? 180 മൈനസ് എക്സ് കിട്ടിയില്ലേ? ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ലൈൻ നോക്കിയേ. എ സി ഇസ് ഈക്വൽ ടു ബി സി അല്ലെ? ബി ഡി അങ്ങനല്ലേ തന്നിരിക്കുന്നത്? എ സിയും ബി ഡിയും ഈക്വൽ അതല്ലേ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? നോക്കട്ടെ. എ സിയും ബി ഡിയും
എന്താണ് നോട്ട് പാരലൽ ആണ്. ആൻഡ് ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ, അത് നോട്ട് പാരലൽ, ഇത് രണ്ടും പാരലൽ അല്ല, പക്ഷെ അത് ഈക്വൽ ആണ് എന്ന്. ഇത് ഈക്വൽ ആണെങ്കിൽ എന്താ നമുക്ക് പറയുന്നത്, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഐസോസെലസ് ട്രപ്പീസിയം ആയില്ലേ. കാരണം എന്താണ്, ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ഇത് രണ്ടും പാരലൽ അല്ല, പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ എന്തായി ഐസോസെലസ് ട്രപ്പീസിയം. ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്ര കിട്ടി, 180 മൈനസ് എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്ര കിട്ടി, എക്സ് കിട്ടി. ഇപ്പോ നമ്മുടെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് എന്താ ചോദ്യം എഴുതാൻ കിട്ടിയേ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്താണ്, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയാണ്, എക്സ് പ്ലസ് 180 മൈനസ് എക്സ് അല്ലെ. അപ്പൊ പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും കൂടി കൂട്ടിയാൽ എത്രയാണ്, 0. അപ്പൊ ഇവിടെ ബാക്കി എത്രയുണ്ട്, 180. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി, 180. അതുപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കിയേ, ഇത് തന്നെയല്ലേ, എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. അപ്പൊ എത്ര കിട്ടി, പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും കൂടി കൂട്ടിയ 0, ബാക്കിയുള്ളത് 180 ആണ്. Therefore it is a cyclic quadrilateral. ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്, ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. മനസ്സിലായോ? ഇനി ഒന്നും കൂടി പറഞ്ഞാൽ ഇതിന്റെ സ്റ്റെപ്പ് നമ്മൾ എഴുതാനായിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആംഗിൾ ബി, ഇത് നമ്മുടെ ഫൈനൽ ആൻസർ ആണ് വരുന്നത് കേട്ടോ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആംഗിൾ പി ഇത് എത്രയായിരിക്കും, സി പി ക്യു, അങ്ങനെ പേര് കൊടുക്കാം കേട്ടോ. ആംഗിൾ ബി എക്സ് ആണെങ്കിൽ സി പി ക്യു എത്രയായിരിക്കും, ആംഗിൾ സി പി ക്യു ഇസ് ഈക്വൽ ടു എക്സ്. കാരണം എന്താ, കാരണം നമ്മൾ കഴിഞ്ഞ കണക്കിൽ തെളിയിച്ച പ്രൂവ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, പ്രൂവ് ചെയ്തതാണ് എന്താ, ഈ സെറ്റിലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തതാണ് ഇത് ബാഹ്യകോണാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ opposite of the vertex of the opposite angle. Opposite angle ന്റെ ഇന്ററിലുള്ള ആന്തര വിദൂര കോണിന് തുല്യമാണ് ഇതിന്റെ ബാഹ്യകോൺ. ആന്തര വിദൂര കോണിന് ഈ ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ ആന്തര വിദൂര, ആന്തരത്തിന് സമീപത്തുള്ളത് ഇതാണ്, ഇന്റീരിയറിന് അടുത്തുള്ളത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത്, ഇത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾ. കിട്ടിയില്ലേ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ അടുത്ത് നമുക്ക് എഴുതാം ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഇത്രയും നിങ്ങൾക്ക് എഴുതാനുള്ളൂ കേട്ടോ. ആംഗിൾ ബിക്ക് എക്സ് കൊടുത്താൽ ഇത് എക്സ് ആണ്, സി പി ക്യു. കാരണം നമ്മൾ പറഞ്ഞു ഈ ആംഗിൾ ബാഹ്യകോണാണ്, ഇതിന്റെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ബാഹ്യകോൺ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ നേരെ എതിരെയുള്ള ഓപ്പോസിറ്റ് വെർട്ടസ് ലെവൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്, ഈക്വൽ ആണ്. അപ്പൊ ഇത് 180 മൈനസ് എക്സ് കിട്ടി. ഇത് 180 മൈനസ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എത്ര കിട്ടുന്നത്, ഇവിടെ ഇതിന്റെ ബേസ് ആംഗിൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. കാരണം എ സി ഈസ് ഈക്വൽ ടു ബി ഡി ആണ്. എ സി ബി ഡി ആണ്. എ സി ബി ഡി ആണെങ്കിൽ ഇവിടെ സി എന്താണ്, ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ ആയി. അപ്പൊ ഇതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് കേട്ടോ, എ സി ബി ഡി ആയതുകൊണ്ട് ഐസോസെലസ് ട്രപ്പീസിയം ആണ്. ഈ ആംഗിളും ഈക്വൽ ആയി. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് പ്രൂവ് ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് എഴുതുന്നത്, ബി പ്ലസ് സി എക്സ് പ്ലസ് 180 മൈനസ് എക്സ് 180 കിട്ടി. അതേപോലെ എ പ്ലസ് ബി 180, ഇത് രണ്ടും 180 കിട്ടിയാൽ therefore നമുക്ക് ചോദ്യം എഴുതാം. എന്താണ് ചോദ്യം? ഇതാണ് എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ് എന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിലെ രണ്ടാമത്തെ കണക്ക്, 6ാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.